Hi friends, welcome back to jaya'srecipes. അപ്പോൾ ഇന്ന് ഞാനൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ഒരു പനീർ ബട്ടർ മസാലയാണ് കാണിക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള പനീർ ബട്ടർ മസാല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുക വെച്ചാൽ പിന്നെ നമുക്ക് ഹോട്ടലിൽ നിന്നൊന്നും കഴിക്കാൻ തോന്നില്ല. വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല ഉണ്ടാക്കാം. അതേ രുചി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്നത് അതിലവർ ഓറഞ്ച് കളറൊക്കെ ചേർക്കും. അപ്പോൾ നമുക്ക് അത് ഓറഞ്ച് കളറൊന്നും ചേർക്കാതെ തന്നെ ആ ഒരു കളറ് നമ്മൾ വീട്ടിൽ തന്നെ നമ്മുടെ മസാലയൊക്കെ ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ പനീർ ബട്ടർ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിരിക്കുന്നത്. ഒരു 1-2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിക്കുക. 1 ടേബിൾ സ്പൂൺ ആയാലും മതി കേട്ടോ. അതിലേക്ക് ഒരു 50 ഗ്രാം ബട്ടർ, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 വലിയ സവാള, നല്ല വലുപ്പമുള്ള സവാള തന്നെ എടുത്തിരിക്കുന്നത്. 3 എണ്ണം വളരെ നല്ല നൈസായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് വഴറ്റുക. ബട്ടർ ഒരു 40 to 50 ഗ്രാം എടുക്കാം. ഇതിൻ്റെ പേര് പോലെ തന്നെ പനീർ ബട്ടർ മസാല എന്ന് പറഞ്ഞാൽ ഇതിൽ ബട്ടർ നല്ല ചേർക്കും. അപ്പോഴാണ് അതിന് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ മാത്രം ബട്ടർ കഴിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം പിന്നെ നിങ്ങൾ റിഫൈൻഡ് ഓയിൽ മാത്രം യൂസ് ചെയ്തിട്ട് ഇത് ഉണ്ടാക്കാം. പക്ഷേ ബട്ടർ ചേർത്താലാണ് ഇതിന് കറക്റ്റ് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന പുറത്തുനിന്ന് കിട്ടുന്ന അതേ ഒരു നല്ല ആ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ റിഫൈൻഡ് ഓയിൽ അധികം യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത്, ഹെൽത്തിന് നല്ലത് എപ്പോഴും ബട്ടർ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. ബട്ടർ പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫാറ്റാണ്. അപ്പോൾ അത് ബട്ടർ ചേർക്കുന്നതുകൊണ്ട് അത്ര പേടിക്കാനൊന്നുമില്ല. റിഫൈൻഡ് ഓയിലിനേക്കാൾ നല്ലത് ബട്ടർ തന്നെയാണ്. ഇപ്പോൾ 2 വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് 3 വലിയ സവാളയ്ക്ക് 2 വലിയ തക്കാളി എന്നുള്ളൊരു കണക്കിനാണ്. നല്ല പഴുത്ത നല്ല തക്കാളിയാണ്. അധികം പുളിയൊന്നും ഇല്ലാത്ത തക്കാളിയാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ തക്കാളി മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. നല്ല പ്യൂരിയാക്കി എടുക്കുക. അങ്ങനെയാകുമ്പോൾ കറിക്ക് നല്ല കൊഴുപ്പൊക്കെ കിട്ടും. അപ്പോൾ ഈ സവാള നന്നായിട്ട് വഴറ്റിയിട്ട് അതൊരു നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവണം. അപ്പോൾ അത് നന്നായിട്ട് വഴന്നിട്ട് ആ ഒരു കാരമലൈസ് ആവണം. കാരമലൈസ് ആകുമ്പോൾ അതിന് പ്രത്യേക ഒരു ഫ്ലേവറാണ്. അങ്ങനെ ഒരു ചെറിയൊരു മധുരമൊക്കെ വരും. അതാണ് ഈ കറിയുടെ ആ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇതാ നല്ല കാരമലൈസ് ആയിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ കരിഞ്ഞു പോകുന്ന വരുത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1.25 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അധികം ആവരുത് കേട്ടോ. 1.5 മുതൽ 1.25 ടീസ്പൂണൊക്കെ മതിയാവും. ഇതും കൂടി ചേർത്തിട്ട് ആ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം. അത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ തക്കാളി മിക്സിയിൽ അരച്ചത് ചേർക്കുകയാണ്. അരച്ചിട്ട് ഇത് നന്നായിട്ട് ആ പച്ചമണം മാറിയിട്ട് നന്നായിട്ട് എണ്ണ തെളിയണം. കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ ആ തക്കാളി പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. പിന്നെ എണ്ണ തെളിയും ചെയ്യും. ഈ ഒരു സമയം കൊണ്ട് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്, ഞാൻ തക്കാളി അരച്ച ആ ജാറിൽ തന്നെയാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. അതാണ് കേട്ടോ ഈ ഇതിന്റെ കളർ ഇങ്ങനെ. അപ്പോൾ ഞാൻ ജാറ് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആ ജാറിലേക്ക് തന്നെ ഞാൻ ഒരു 12 മുതൽ 15 വരെ അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് എന്ന് വെച്ചിട്ട് അണ്ടിപ്പരിപ്പ് എടുക്കുക. എന്നിട്ട് തിളച്ച വെള്ളത്തിൽ അണ്ടിപ്പരിപ്പ് ഒരു 5 മിനിറ്റ് ഇട്ട് വെക്കുക. അങ്ങനെയാകുമ്പോൾ അതൊന്ന് നന്നായിട്ട് കുതിർന്ന് നമുക്ക് അരച്ചെടുക്കുക എളുപ്പമാണ്. അതും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ അരച്ചെടുക്കാൻ ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് പച്ചമണമൊക്കെ പോയി നല്ല മൂത്ത മണം വരുന്നുണ്ട്. ആ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്.
പിന്നെ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ഒരു 1 അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണൊക്കെ ചേർക്കാം. ഇപ്പോൾ ചില കാശ്മീരി പൗഡർ നല്ല എരിവ് ഉണ്ടാവും, അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് കുറച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഒട്ടും അധികം എരിവേ ഇല്ല, കളർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ചേർക്കുന്നത്. 1-1.5 ടേബിൾ സ്പൂൺ ചേർക്കാം. അപ്പോൾ നല്ല ഒരു ബ്രൈറ്റ് ആ കളറ് കിട്ടും. അങ്ങനെയാണ് ഇപ്പോൾ ഇതിൽ ആ കളറ് വരുന്നത്. അത്രേ വേണ്ടൂ. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ കാശ്മീരി ചില്ലി പൗഡറൊന്നും അധികം അവർ ചേർക്കില്ല. അവരധികം ഓറഞ്ച് കളറാണ് ചേർക്കുക. പിന്നെ ഞാൻ ഇതിന് മുന്നേ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പനീർ ബട്ടർ മസാല ഞാനിതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, 1 വർഷമൊക്കെ മുന്നേ. അത് നിങ്ങൾ കാണാത്തവർക്ക് അത് കണ്ടു നോക്കാം. അതും നല്ല ടേസ്റ്റാണ്, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണത്. ഇത് നമ്മൾ കുറച്ച് വഴറ്റിയിട്ട് ഉണ്ടാക്കുന്നതാണ് മാത്രമേ ഉള്ളൂ. ഇതും വളരെ ഈസിയാണ്, അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. ആ പച്ചമണം മാറണം, അതായത് ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് പോയാൽ നമ്മൾ അതിന് ശേഷം 1 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ചേർക്കുക. 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ ചേർക്കാം. ഇത് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിരിക്കും ഇതെപ്പോഴും ഉണ്ടാവുക. അതാണ് ഇതിന് ടേസ്റ്റും ഉണ്ടാവുക. പിന്നെ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുമ്പോൾ കളറുണ്ട്, പിന്നെ ടേസ്റ്റ് ഉണ്ട്, പിന്നെ അതിനൊരു കറിക്ക് നല്ല കൊഴുപ്പും ഉണ്ടായിരിക്കും. ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യുക. ഒരു ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്യുക. അതിനുശേഷം പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് 1-2 ടേബിൾ സ്പൂൺ ചേർക്കുക. കൂടുതൽ ചേർക്കണമെങ്കിൽ കൂടുതലും ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതില്ലെങ്കിൽ അതിന് പകരം 1-2 ടീസ്പൂൺ കുറച്ച് പഞ്ചസാര ചേർത്താലും മതി. ഇതാവുമ്പോൾ കുറച്ച് കൂടുതൽ ടേസ്റ്റാണ്. ടൊമാറ്റോ കെച്ചപ്പ് എന്ന് പറഞ്ഞാൽ 1-2 ടേബിൾ സ്പൂൺ ചേർക്കാം കേട്ടോ. അത് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് കുറച്ചിങ്ങനെ ചെറിയൊരു മധുരത്തോട് കൂടിയിട്ടായിരിക്കും എപ്പോഴും നമ്മൾ ഈ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ പനീർ ബട്ടർ മസാല. അത് നിങ്ങൾക്ക് അധികം ഇഷ്ടമില്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. അല്ലെങ്കിൽ കൂടുതൽ ഇഷ്ടമാണെന്ന് വെച്ചാൽ 2-3 ടേബിൾ സ്പൂൺ വരെ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതിന് ശേഷം ആ കാഷ്യൂ പേസ്റ്റ് ചേർക്കുക. കാഷ്യൂ പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്നുകൊണ്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ നോക്കൂ, കാഷ്യൂ പേസ്റ്റ് ചേർത്തിട്ട് ഞാനൊന്ന് അടച്ചു വെച്ചു, എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചു. എണ്ണ തെളിയുന്നവരെ, ഇതിൻ്റെ ടൈം ഞാൻ നോക്കിയില്ല. അപ്പോൾ നിങ്ങൾ എണ്ണ ജസ്റ്റ് ഒന്ന് തെളിയുന്നവരെ അടച്ചു വെച്ചാൽ മതി. ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് തുറന്ന് നോക്കുക, അടി പിടിക്കാതെയൊക്കെ നോക്കണം. കാഷ്യൂ ചേർത്ത കാരണം പെട്ടെന്ന് അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ അടി പിടിക്കില്ല, അല്ലാത്ത പാത്രങ്ങളിൽ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ അത് എണ്ണ തെളിയും. അപ്പോൾ എണ്ണ നന്നായി തെളിഞ്ഞു വന്നതിന് ശേഷം മാത്രം കുറച്ചും കൂടി നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കുക, ആ ഗ്രേവി ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇത്രയും ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. കുറച്ച് വെള്ളം ഒഴിക്കാവൂ, കുറേ വെള്ളം ഒഴിക്കണ്ട. ഇപ്പോൾ ഈ ഒരു കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 പേർക്കൊക്കെ ഇഷ്ടം പോലെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റും കേട്ടോ. ഇതിൽ ഞാൻ കുറച്ച് കസൂരി മേത്തി ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കസൂരി മേത്തി ഇല്ലെങ്കിലും പ്രശ്നമില്ല, ഇല്ലെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ നമുക്ക് ആ പുറത്തുനിന്ന് കിട്ടുന്ന അതേ ഒരു ഫ്ലേവർ കിട്ടുമ്പോൾ ആ കസൂരി മേത്തി ചേർത്താൽ അത് കുറച്ചും കൂടി നല്ലതാണ്. പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഫ്ലേവറിനനുസരിച്ച് ഗരം മസാല ചേർക്കുക. ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഒന്ന് കുക്ക് ചെയ്യുക, 1 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്യുക. ഇതിലേക്ക് ഞാനൊരു 200 ഗ്രാം പനീർ ആണ് ചേർക്കുന്നത്. അപ്പോൾ ഈ പനീർ ഞാൻ സോഫ്റ്റ് പനീർ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. ഇപ്പോൾ പുറത്തുനിന്ന് നിങ്ങൾ പാക്കറ്റിൽ വാങ്ങുന്ന പനീർ, മുറിച്ച് വാങ്ങിക്കുന്ന പനീർ എപ്പോഴും സോഫ്റ്റ് ആയിരിക്കും. പക്ഷേ നിങ്ങൾ പാക്കറ്റിൽ നിന്ന് കിട്ടുന്ന പനീരാണെങ്കിൽ ആ പനീർ ഒന്ന് കട്ട് ചെയ്തിട്ട് ചൂടുള്ള വെള്ളത്തിലിട്ട് വയ്ക്കുക. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആവും. എന്നിട്ട് അത് ആ വെള്ളം മാറ്റിയിട്ട് ഇതിലേക്ക് കറിയിലേക്ക് ചേർത്താൽ മതി. പനീർ ചേർത്തിട്ട് 1 മിനിറ്റ് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. അത്ര മാത്രം മതി, അല്ലെങ്കിൽ കുറേ നേരം പനീരിട്ടിട്ട് കുക്ക് ചെയ്യണ്ട. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക. അവസാനം ഞാൻ കുറച്ച് ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്. അതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ അമൂലിൻ്റെ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർക്കുക. അതല്ല വെച്ചാൽ നമ്മളുടെ വീട്ടിൽ പാലിൻ്റെ പാടുണ്ടാവുമല്ലോ, പാലിൻ്റെ പാടം 1-2 സ്പൂൺ എടുക്കുക, ഒരു ലേശം പാലൊഴിക്കുക, മിക്സിയുടെ ജാറിലിട്ടിട്ട് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ ക്രീമായി. അത് ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാം ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളാണ്. പനീരായാലും ബട്ടറായാലും അതുപോലെ തന്നെ കാഷ്യൂ ആയാലും എല്ലാം നല്ല നല്ല സാധനങ്ങളാണ്. പിന്നെ അവസാനം കുറച്ച് മല്ലിയില കൂടി ചേർക്കുക. അപ്പോൾ കറിയൊക്കെ റെഡിയായി. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിരിക്കുന്നു കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റുള്ള നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രുചിയിലുള്ള പനീർ ബട്ടർ മസാല റെഡിയായി.
അവസാനം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഇഞ്ചി അങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് നീളത്തിൽ അരിഞ്ഞത് ഇതിൻ്റെ മീതെ വിതറിയിട്ട് ഡെക്കറേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. പിന്നെ ഒരു കഷ്ണം ബട്ടർ വേണമെങ്കിൽ മീതെ ഒന്ന് പിന്നെ നമ്മളിപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ സെർവ് ചെയ്യുമ്പോൾ ഒരു കഷ്ണം ബട്ടറൊക്കെ മീതെ വെച്ചിട്ട് ഒന്ന് സെർവ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മളുടെ ഉചിതം പോലെ ചെയ്യാം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഈ പനീർ ബട്ടർ മസാല നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.